Next, the conversion of NFA to DFA. So design an NFA for a language that accepts all the strings over 0, 1 in which second last symbol is always 1. Then it convert it to its equivalent DFA. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഈസ് 1. ഫോർ എക്സാമ്പിൾ 1010 അതിൻ്റെ ലാസ്റ്റിൻ്റെ രണ്ടാമത്തെ സിമ്പിൾ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അതുപോലെ 110 സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഈസ് ഹിയർ ഓൾസോ 1. 11010110 ഹിയർ ഓൾസോ സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ ഈസ് 1. അപ്പോൾ സ്ട്രിംഗ് ലെങ്ത് എന്ത് തന്നെ ആയാലും സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ 1 ആവണം എന്നാണ് കണ്ടീഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള NFA ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് 1 A എന്നുള്ള ഇൻപുട്ട് എടുത്തു, A എന്നുള്ള സ്റ്റേറ്റ് എടുത്തു. എയിൽ എന്ത് വേണേലും വരാം. എയിൽ നിന്ന് ബിയിലേക്ക് 1 ഇൻപുട്ട് വരുമ്പോൾ ബിയിൽ റീച്ച് ചെയ്യുന്നു. കാരണം സെക്കൻഡ് ലാസ്റ്റ് സിമ്പിളാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് സെക്കൻഡ് സിമ്പിൾ 1, അത് കഴിഞ്ഞിട്ട് 0യോ 1ഓ എന്ത് വേണേലും വരാം. ബി ഓൺ സിയിലേക്ക് എത്താൻ 0യോ 1ഓ വരാം. സോ ഹിയർ സെക്കൻഡ് ലാസ്റ്റ് സിമ്പിൾ 1. എയിൽ മാത്രമേ കണ്ടീഷൻ നമുക്ക് പറയുന്നുള്ളൂ. എയിൽ നിന്ന് ബിയിലേക്ക് റീച്ച് ചെയ്യാൻ 1 ആയിരിക്കണം. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ ബി ഓൺ സി എന്ന് പറയുമ്പോൾ 0 or 1 അത് എന്ത് വേണേലും വരാം. അതുപോലെ ബിഫോർ 1 അതായത് സെക്കൻഡ് ലാസ്റ്റ് സിമ്പിളിന് മുന്നായിട്ട് ബിഫോർ 1 ഏത് വേണേലും വരാം, 0 or 1 വരാം. അതാണ് എയിൽ 0 or 1 റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് ദ ടേബിൾ, ട്രാൻസിഷൻ ടേബിൾ. A, B, C. C is the final state and A is the initial state. 0, 1 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻപുട്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സോ A on 0 A on 1 എന്ന് പറയുന്നിടത്ത് എയിലേക്കും വരുന്നുണ്ട് ഇൻപുട്ട്, ബിയിലേക്കും വരുന്നുണ്ട് അല്ലേ. എ എന്നുള്ള സെൽഫ് ലൂപ്പായിട്ട് എയിലേക്കും വരുന്നുണ്ട്, ബിയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ എയും ബിയും കോമ ഇട്ടിട്ടാണ്, കാരണം NFA എന്ന് പറയുമ്പോൾ സിംഗിൾ സ്റ്റേറ്റ് അല്ല, 2 സ്റ്റേറ്റിലേക്ക് തന്നെ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ A, B. അപ്പോൾ അടുത്തത് ബി എന്നുള്ള ബി ഓൺ 0 ഇറ്റ് റീച്ചസ് സി ആൻഡ് ബി ഓൺ 1 അഗെയിൻ ഇറ്റ് റീച്ചസ് സി. ആൻഡ് സി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ 0യോ 1ലോ ട്രാൻസിഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് A on 0 നൾ ആൻഡ് സി ഓൺ 1 അഗെയിൻ നൾ. സോ ഇത് NFAയുടെ ട്രാൻസിഷൻ ടേബിളാണ്. ഇനി ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള DFA ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ DFAയുടെ ട്രാൻസിഷൻ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ നമുക്ക് DFAയുടെ ട്രാൻസിഷൻ ടേബിൾ എങ്ങനെയാണ്, ആദ്യം A on 0 നമ്മളുടെ NFAയുടെ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ടാണ് DFA കൺസ്ട്രക്ട് ചെയ്യാൻ പോണത്. A on 0 A on 1 എ ബി എന്നുള്ളതിനെ നമ്മൾ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. AB ആയിട്ട് നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നു. ഇനി ഇനി അടുത്ത സ്റ്റേറ്റ് പുതിയത് ഏതാ എഴുതുക, നമ്മൾ എയും ഉണ്ട് AB യും ഉണ്ട്. A on 0 A ആണ്, A on 1 AB ആണ്. അപ്പോൾ എയും AB ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത പുതിയ സ്റ്റേറ്റ് ആയിട്ട് എഴുതേണ്ടത് A ഓൾറെഡി മെൻഷൻഡ് ആണ്. ഇനി AB ആണ് പുതിയ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ AB എഴുതി. AB on 0 ഇനി NFAയിൽ എയും ബിയിൽ നോക്കൂ, 0യിൽ എയും സിയും ആയിട്ടാണ് വരുന്നത് അല്ലേ. A on AB രണ്ടിലും വിരൽ വയ്ക്കുക, എന്നിട്ട് 2 വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് 0ന് കറസ്പോണ്ടിങ് താഴെ ഏതൊക്കെയാണ് വരുന്നത്, എയും സിയും ആണ്. അപ്പോൾ AC ഒരുമിച്ച് എഴുതുക. അപ്പോൾ AB on 0 പറയുമ്പോൾ AC. ദെൻ AB on 1 ഏതാണ് വരുന്നത്, AB on 1 എന്ന് പറയുമ്പോൾ A, B ആൻഡ് C അല്ലേ. A, B എയിലേ ഉള്ളത് ആൻഡ് സി എന്ന്. അപ്പോൾ ABC എന്ന് ഒരുമിച്ച് എഴുതുക. അതൊരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പുതിയ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അപ്പോൾ AC ഉണ്ട്, ABC ഉണ്ട്. അപ്പോൾ നമുക്കിനി AC എടുത്ത് എഴുതാം. അപ്പോൾ AC ഓൺ 0 AC എടുക്കാം. NFAയിൽ എയും സിയിലും വിരൽ വെച്ച് എയും സിയിലും വയ്ക്കാം. എന്നിട്ട് എയും സിയിലും വയ്ക്കുമ്പോൾ എയും 0യിൽ ഏതൊക്കെയാണ് വരുന്നത്, എയും നള്ളും ആണ് വരുന്നത്. അപ്പോൾ A ആണ് ACയിലെ 0 ഇൻപുട്ടിൽ വരുന്നത്. ഇനി AC ഓൺ 1 എയും സി ഓൺ 1 A, B എയിൽ വരുന്നുണ്ട്, സിയിൽ ഏതാണ് നള്ളാണ് വരുന്നത്. അപ്പോൾ AB. അപ്പോൾ എയും AB ഓൾറെഡി മെൻഷൻഡ് ആണ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇൻപുട്ട് എയും AB ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി പറയാത്തത് ഏതാണ്, ABC ആണ്. സോ ABC
പുതിയ സ്റ്റേറ്റ് ആയിട്ട് എഴുതി. പുതിയ സ്റ്റേറ്റ് ആയിട്ട് നിൽക്കുന്നത് എ ബി സി ആണ്. അപ്പോൾ 3 നോക്കണം. എ ബി സി 3 നമ്മൾ നോക്കണം. അപ്പോൾ 0. അപ്പോൾ ആ കോളം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക. എ സി നൾ. അപ്പോൾ എ സി. എ ബി സിക്ക് 0 എന്ത് വരും? എ സി എന്നുള്ള സ്റ്റേറ്റ്. ഇത് സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ ബി സി ഓൺ 1. എ ബി സി ഓൺ 1 പറയുമ്പോൾ എ ബി സി ആൻഡ് നള്ളാണ് വരുന്നത്. അപ്പോൾ എ ബി സി തന്നെ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പുതിയ സ്റ്റേറ്റ്സ് ഉണ്ടോ? ഇല്ല. എല്ലാം നമ്മൾ 0-1 ഇൻപുട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ സ്റ്റേറ്റ് ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? സി ആണ് ഇതിനകത്തുള്ള ഫൈനൽ സ്റ്റേറ്റ്. സോ സി വരുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം? ഫൈനൽ സ്റ്റേറ്റ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. എ ബി സിയിൽ സി ഉണ്ട്. സോ അത് സർക്കിൾ ചെയ്തു, ഫൈനൽ സ്റ്റേറ്റ് ആക്കി. എ സിയിലും സി ഉണ്ട്, അതും ഫൈനൽ സ്റ്റേറ്റ് ആക്കി റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡി എഫ് ഐ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഡി എഫ് ഐൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം ടേബിൾ വെച്ചിട്ടാണ് ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണത്. സോ ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം നമുക്ക് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം? ആദ്യം എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? എ ഉണ്ട്, എ ബി സി, എ സി അല്ലേ? എ ബി എ സി എ ബി സി 4 സ്റ്റേറ്റ്സ് നമ്മൾ ആദ്യം വരച്ചു. എന്നിട്ട് അതിൽ ഏതൊക്കെയാണ് ഫൈനൽ സ്റ്റേറ്റ്സ്? അതിനെ ഡബിൾ സർക്കിൾ ചെയ്തു. എ ബി സിയും എ സിയും ഫൈനൽ സ്റ്റേറ്റ്സ് ആണ്, അതിനെ നമ്മൾ ഡബിൾ സർക്കിൾ ചെയ്തു. ഇനി എയിൽ നിന്ന് എ ഓൺ 0 ട്രാൻസിഷൻ ടേബിൾ നോക്കുക. എ ഓൺ 0 പറയുമ്പോൾ സെൽഫ് ലൂപ്പാണ്, അതിലേക്ക് തന്നെ വരുന്നു, എയിലേക്ക് തന്നെ. എ ഓൺ 1 പറയുമ്പോൾ എ ബിയിലേക്ക്. അപ്പോൾ ആരോ ഏതിലേക്കാണ്? എ ബിയിലേക്ക് റീച്ച് ചെയ്യും. അപ്പോൾ എ ബി സ്റ്റേറ്റിലേക്ക് എത്തിയില്ലേ? ഈ എ ബി എന്നുള്ള സ്റ്റേറ്റ് ഇപ്പോൾ ഇവിടെ സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടാണ്. ഇനി അപ്പോൾ എയിൻ്റെ 0 ഇൻപുട്ടിലുള്ള സ്റ്റേറ്റ് നോക്കി 1ലേക്കുള്ള ട്രാൻസിഷൻ, 2 ട്രാൻസിഷൻസ് നോക്കിയിട്ട് 0യും 1ലേക്കും നോക്കി. ഇനി എ ബി എന്നുള്ള സ്റ്റേറ്റിൽ 0യിലും 1ലും ചെക്ക് ചെയ്യാം. എ ബി ഓൺ 0 ഇറ്റ് റീച്ചസ് എ സി. എ ബി ഓൺ 0 എവിടേക്കാണ് പോകുന്നത്? എ സിയിലേക്ക്. എ ബി ഓൺ 1 ഇറ്റ് ഗോസ് ടു എ ബി സി. എ ബി ഓൺ 1 ഇറ്റ് ഗോസ് ടു എ ബി സി. അപ്പോൾ എ ബി സിയിലേക്ക് ആരോയിൽ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്ത ഇൻപുട്ട് ഏതാണ്? എ സി. ട്രാൻസിഷൻ ടേബിളിൽ നോക്കുക. എ സി ഓൺ 0. എ സി ഓൺ 0 എവിടേക്കാണ് പോകുന്നത്? എ സി 0 ആവുമ്പോൾ എ എന്നുള്ള എയിലേക്ക് അല്ലേ? എ സി ഓൺ 0 പറയുമ്പോൾ എയിലേക്ക് വരയ്ക്കുക. എ സി ഓൺ 0 എ ആൻഡ് എ സി ഓൺ 1 എ ബി. എ സി ഓൺ 1 എ ബിയിലേക്ക് പോകും. എ സി ഓൺ 1 എ ബിയിലേക്ക് പോകുന്നു. അടുത്തത് ഏതാണ്? എ ബി സി. എ ബി സി ഓൺ 0 എ ബി സിയിൽ വരുമ്പോൾ ഏതാണ്? 0 അല്ലേ? എ ബി സി ഓൺ 0 വരുമ്പോൾ എ സിയിലേക്കാണ് പോകുന്നത്. എ ബി സി ഓൺ 0 എ സിയിലേക്കാണ് പോകുന്നത്. എ ബി സി ഓൺ 1 എ ബി സിക്ക് തന്നെ. അപ്പോൾ സെൽഫ് ലൂപ്പായിട്ട് എ ബി സി ഓൺ 1 എ ബി സി തന്നെയാണ്. എ ബി സി ഓൺ 1 എ ബി സി. അപ്പോൾ നമുക്കിതിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1 0 1 0 1 0 1 0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എ എന്നുള്ള സ്റ്റേറ്റിൽ 1 വന്നപ്പോൾ അത് എവിടെ എത്തി? എ ബി എന്നുള്ളതിലേക്ക് എത്തി. 0 എന്ന് പറയുമ്പോൾ ഏതാണ്? എ ബിയിൽ 0 വരുമ്പോൾ എ സിയിൽ റീച്ച് ചെയ്യും. എ സിയിൽ 1 വന്നാൽ അത് തിരിച്ച് എ ബിയിലേക്ക് വരും. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ 0 or 1 ഏത് 0 ആണ് പിന്നെ കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എ ബിയിൽ 0 വന്ന എ സി എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ 1 0 1 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. 1 1 0 ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. എ ഓൺ 1 എ ബിയിലേക്ക് എത്തി അല്ലേ? എ ബിയിൽ 1 വരുമ്പോൾ എവിടേക്കാണ് പോകുന്നത്? എ ബിയിൽ 1 വന്നാൽ എ ബി സിയിൽ റീച്ച് ചെയ്യുന്നു. അതിൽ 0 വന്നാൽ എ സിയിൽ റീച്ച് ചെയ്യുന്നുണ്ട്. എ ബി സി ഓൺ 0 ഇറ്റ് റീച്ചസ് എ സി. സോ അതും ആക്സെപ്റ്റിംഗ് സ്ട്രിങ് ആണ്. 1 1 0 1 0 1 0. നമ്മളെടുത്ത 3 എക്സാമ്പിൾസ് നമുക്കെടുത്ത് നോക്കാം. 1 എ ഓൺ 1 ഇറ്റ് റീച്ചസ് എ ബി ഓൺ 1 ഇറ്റ് റീച്ചസ് എ ബി സി ഓൺ 0 ഇറ്റ് റീച്ചസ് എ സി ഓൺ 1 ഇറ്റ് റീച്ചസ് എ ബി ഓൺ 0 ഇറ്റ് റീച്ചസ് എ സി and AC on 1 it reaches AB. again AB on 0 it reaches AC. അതങ്ങനെ ഈ ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം അത് എ സിയിൽ തന്നെ റീച്ച് ചെയ്തു. അതും അപ്പോൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ എൻ എഫ് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി എഫ് ഐ സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റ്യനകത്ത് എന്തായിരുന്നു? സെക്കൻഡ് സ്ട്രിങ് എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് സ്ട്രിങ് എന്ന് പറയുന്നത്, സെക്കൻഡ് ലാസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എൻ എഫ് ഐ ടു ഡി എഫ് ഐ കൺവേർഷനാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു.